ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കുറച്ച് അടിപൊളി ആൻഡ്രോയിഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അപ്പോൾ ആരെങ്കിലും വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു 3 അടിപൊളി ആൻഡ്രോയിഡ് ടിപ്പും ട്രിക്കുകളുമാണ്. അപ്പം ഇത് ചിലർക്ക് അറിയാവുന്നതായിരിക്കാം, എന്നാലും അറിയാത്തവർക്കും എല്ലാവർക്കും കൂടി വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. അപ്പം ആദ്യത്തെ നമ്മുടെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിച്ചുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ അസിസ്റ്റന്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ അസിസ്റ്റന്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫൈൻഡ് ദ സോങ് എന്ന് സെർച്ച് ചെയ്യുക. ഫൈൻഡ് ദ സോങ്. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഏത് പാട്ടാണ് അവരുടെ പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ എലോൺ ആണ് പ്ലേ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഞാൻ ഇവിടെ പാട്ട് പ്ലേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏത് പാട്ടാണ് ഇവിടെ കൃത്യമായി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ഏത് പാട്ടാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ അസിസ്റ്റന്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഫൈൻഡ് ദ സോങ് എന്ന് പറയുക. അപ്പം പാട്ട് പ്ലേ ചെയ്യാൻ കാണിക്കും. നിങ്ങൾ പാട്ടിങ്ങനെ അങ്ങോട്ട് കേൾപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏത് പാട്ടാണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറയും. ഓക്കെ, അതാണ് ഫസ്റ്റ് ട്രിക്ക്. ഇതൊരു അടിപൊളി ട്രിക്കാണ്, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണിത്. അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിക്കിലേക്ക് പോകാം. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പ് സംബന്ധിച്ചുള്ള ട്രിക്കാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ മാപ്സ് തുറക്കുക. മാപ്സ് തുറന്നതിന് ശേഷം ഇപ്പം നമുക്കിവിടെ ഇൻ്റർഫേസ് മൊത്തം ഇപ്പം നമ്മളിപ്പം ഒരിടത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ നാവിഗേഷൻ മൊത്തം ഇംഗ്ലീഷിലായിരിക്കും പറയുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ട് സെറ്റിങ്സിലേക്ക് പോവുക. നിങ്ങളുടെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം അവിടെ നാവിഗേഷൻ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ നാവിഗേഷൻ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് വോയിസ് സെലക്ഷൻ എന്നൊരു ബട്ടൺ ഇവിടെ കാണാം. അപ്പോൾ ഈ വോയിസ് സെലക്ഷൻ ഞെക്കുക. വോയിസ് സെലക്ഷൻ ഞെക്കിയതിന് ശേഷം ഇപ്പോൾ അവിടെ ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷ് UK ആയിരിക്കും കിടക്കുന്നത്. നിങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ്, ഹിന്ദി, തമിഴ്, മലയാളം, അങ്ങനെ ഏത് ലാംഗ്വേജ് വേണേലും ഇതിനകത്തുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മലയാളം ചൂസ് ചെയ്യുക. ഓക്കെ, ഇത് മലയാളം ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ഞാൻ നിങ്ങളെ ഒരു എക്സാമ്പിൾ കേൾപ്പിച്ചു തരാം. നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം റോഡിന്റെ വലതുവശത്തായിരിക്കും. കണ്ടോ, ഇങ്ങനെ നമുക്ക് മലയാളത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എങ്ങോട്ടേലും പോകാൻ നമ്മൾ നാവിഗേഷൻ ഓൺ ആക്കി ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ലെഫ്റ്റ് എടുക്കുക, കുറച്ച് കഴിയുമ്പോൾ വലത്തോട്ട് പോവുക, ഒരു 100 മീറ്റർ ചെന്നതിന് ശേഷം വലത്തോട്ട് പോവുക എന്നുള്ള രീതിയിൽ ഇവിടെ മലയാളത്തിൽ നമുക്ക് നാവിഗേഷൻ കിട്ടുന്നതായിരിക്കും. ഇതൊരു അടിപൊളി ഓപ്ഷനാണിത്. അപ്പം ഇതും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പം നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് പോവാം. അടുത്ത ട്രിക്ക് എന്ന് പറയുന്നതും ഒരു ഗൂഗിൾ മാപ്പിനോട് ബന്ധപ്പെട്ട ട്രിക്കാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ മാപ്സ് തുറക്കുക. ഗൂഗിൾ മാപ്സ് തുറന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് സെറ്റിങ്സിലേക്ക് പോവുക. അക്കൗണ്ട് സെറ്റിങ്സിൽ പോയതിനു ശേഷം ഇവിടെ സെറ്റിങ്സ് ബട്ടൺ ചെയ്യുക. വീണ്ടും നാവിഗേഷൻ സെറ്റിങ്സിലിടുക. ഓക്കെ, ഇവിടെ നാവിഗേഷൻ സെറ്റിങ്സിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ ഷോ മീഡിയ പ്ലേബാക്ക് കൺട്രോൾസ് എന്നൊരു ഓപ്ഷൻ ഓഫ് ആയി കിടക്കുന്നത് നമുക്ക് കാണാം. അത് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഒരു ഡിഫോൾട്ട് മീഡിയ ആപ്പ് ചൂസ് ചെയ്യാൻ പറഞ്ഞു വരും. അപ്പം ഇവിടെ ഗൂഗിൾ പ്ലേ മ്യൂസിക്കും സ്പോട്ടിഫൈ ആണ് വന്നേക്കണം. ഞാൻ സ്പോട്ടിഫൈ ആണ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഞാൻ സ്പോട്ടിഫൈ ഇവിടെ നിൽക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പം ഒരു സ്പോട്ടിഫൈയുടെ ഇൻ്റർഫേസിലേക്ക് വരും. ഓക്കെ, ഇപ്പം അത് എനേബിളായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ തിരിച്ചെൻ്റെ മാപ്പിൻ്റെ ഇതിലേക്ക് പോവുകയാണ്. ഓക്കെ, ഞാനിപ്പം എങ്ങോട്ടെങ്കിലും ഒരു നാവിഗേഷൻ കൊടുക്കുകയാണ്. ഇവിടെ സൈഡ് ഫോർട്ടിയുടെ ഒരു സിമ്പിൾ വന്ന് നടക്കുന്നതായിട്ട് കാണാം. ഇവിടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ ഇവിടെ പാട്ട് പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾ പ്ലേ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് നാവിഗേഷൻ നടത്തുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പാട്ട് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഉണ്ടോ, നിങ്ങൾക്ക് പാട്ട് സ്കിപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ബ്രൗസ് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ മ്യൂസിക്കിലേക്ക് എപ്പോൾ വേണേലും മാറ്റാനും ഉള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് സ്പോട്ടിഫൈ അല്ല ഗൂഗിൾ പ്ലേ മ്യൂസിക്കിലാണ് നിങ്ങളുടെ പാട്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് സ്വിച്ച് ചെയ്യാം. അങ്ങനെ എല്ലാത്തിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ട്രിക്ക്. ഇതും ഒരു അടിപൊളി ട്രിക്കാണ്. നിങ്ങൾ എനേബിൾ ചെയ്യാൻ
ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്ന 3 ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ.